പാലക്കാട് നിന്നാണ്. അത് വളരെ രസകരവുമാണ്. കാരണം കോഴിക്കോട് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയത് നമ്മുടെ സംവിധായകൻ വി എം വിനുവിനെയായിരുന്നു. വി എം വിനു അങ്ങനെ എല്ലാം തയ്യാറായി, മേയർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് തയ്യാറായി, മേയറാകാൻ വേണ്ടി തയ്യാറായി പോയപ്പോഴത്തേക്കും വോട്ടർ പട്ടികയിൽ പേരില്ല. മിനിമം വോട്ടർ പട്ടികയിൽ പേരെങ്കിലും വേണമല്ലോ സ്ഥാനാർത്ഥിയാവാൻ. ഇത് ഈ കോൺഗ്രസിന് ഇത് തുടർക്കഥയാവുന്ന ഒരു കാഴ്ച കോഴിക്കോടുണ്ടായിരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇന്ന് അവിടെ സമാനമായൊരു സാഹചര്യം നേരിടുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിന് മാത്രമാണോ പ്രശ്നം? അല്ല. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് പാലക്കാട് നിന്ന്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പേരിൽ ഒരു പെൺകുട്ടി 23 വയസ്സുകാരി ശില്പാദാസ് അവർ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഉള്ള ജോലി, കൊച്ചിൻ എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു, അത് രാജിവെച്ചാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങിയത്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് ഇവർ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഇവരും പാർട്ടി പ്രവർത്തകരും ഒക്കെ പോയപ്പോഴാണ് അറിയുന്നത് ആ സ്ഥാനാർത്ഥിക്കും ശില്പാദാസിന് സ്ഥാനാർത്ഥിയാകാൻ ഇരുന്ന ശില്പാദാസിനും അവിടെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആരായാം. എന്തായാലും നിരാശയിലാണ് ഇപ്പോൾ CPM പ്രവർത്തകർ ശില്പാദാസും ഉള്ളത് എന്നതിൽ തർക്കമില്ല. അരുൺ ആലത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഈ ശില്പാദാസിന് ഈ വോട്ടർ പട്ടികയിൽ പേരിൽ ചേർക്കാത്തത്? എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇവർ കാരണമായി? നിലവിൽ ഇവർ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധനയും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥിയാണെങ്കിലും അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന CPM നേതാക്കളാണെങ്കിലും ഒന്നും ഈ കാര്യം പരിശോധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡായ ഉപ്പംപാടത്താണ് ഈ ശില്പാദാസിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ ഇവരുടെ പ്രചാരണം ആരംഭിക്കുകയും വീടുകൾ കയറി ഇറങ്ങുകയും ഒപ്പം വിവിധ റീൽസുകളും നോട്ടീസുകളും ഒക്കെ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. ഇവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി കൊച്ചിൻ എയർപോർട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ജോലി ഉൾപ്പെടെ രാജിവെച്ച് എത്തിയതായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും CPM സ്ഥാനാർത്ഥിയോ ഒന്നും തന്നെ ഇവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവസാന നിമിഷം വരെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല വാർഡിൽ 250-ലേറെ വോട്ടുകൾ വെട്ടാൻ മുന്നിട്ട് CPM ഇറങ്ങിയിരുന്നു. എന്നാൽ അതേ CPM ആരെയും പൊതുവായി ചേർക്കാൻ ശ്രമിക്കാതിരുന്നതാണ്, വോട്ടർ പട്ടികയിൽ ആരെയും പൊതുവായി ചേർക്കാൻ ശ്രമിക്കാതിരുന്നതാണ് തിരിച്ചടിയായി മാറിയത് എന്നുള്ള വിമർശനം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ CPM അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ശില്പാദാസ്. അവരാണ് ഒരു നല്ലൊരു ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി എത്തിയത്. അങ്ങനെ മത്സരിക്കാൻ വേണ്ടി എത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ CPM നടത്തുകയുണ്ടായി. ആ ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോയും മറ്റുമൊക്കെ എടുത്തു. അതിനുശേഷം പ്രചാരണം ആരംഭിച്ചു, നോട്ടീസ് അടിച്ചു, നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രചാരണം നടത്തി, വീടുകൾ കയറി ഇറങ്ങുകയുൾപ്പെടെ ചെയ്ത് അവസാന നിമിഷത്തിലാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കഷ്ടമാണെന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാൻ കുപ്പായം തുന്നിയ വ്യക്തിയാണ്. എന്തായാലും ഈ പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ എങ്കിലും ഇതൊന്ന് പരിശോധിച്ചു കൂടായിരുന്നോ? അങ്ങനെയാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് അരുൺ. കാരണം ഈ പരിശോധന ഇല്ലാതെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു, വീടുകൾ കയറി പ്രചാരണം നടത്തി. പക്ഷെ ഫലമോ? അവരിപ്പോൾ കടുത്ത നിരാശയിലാണ്. ജോലി പോലും രാജിവെച്ച് ഈ CPMന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാവാൻ മോഹിച്ച് എത്തിയതുമാണ്. അരുൺ കേൾക്കാമെങ്കിൽ CPMന് ഇനി എന്താണ് അവിടെ ഒരു ബദൽ മാർഗം, പരിഹാരം എന്താണ്? മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ അവർക്ക് ഉയർത്തിക്കാട്ടാനുണ്ടോ? പേര് വല്ലതും കേൾക്കുന്നുണ്ടോ? നിലവിൽ CPM ഇതിൽ എന്ത് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. പുതിയ സ്ഥാനാർത്ഥിയെ മറ്റോ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംഭവം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി എന്ന് മാത്രമല്ല, ഈ നേതാക്കൾ ഇങ്ങനെ ഒരു വ്യക്തിയെ അവരുടെ ജോലി ഉൾപ്പെടെ ഉപേക്ഷിപ്പിച്ച് അങ്ങനെ മത്സരിക്കാൻ എന്നൊക്കെ പേരിൽ കൊണ്ടുവന്ന് അവസാനം ആ വ്യക്തിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല
നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിൽ വിമർശിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നമുക്കറിയാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പേര് വെട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ CPM പല ഗ്രാമപഞ്ചായത്തുകളിലും പലരുടെയും പേരുകൾ ബോധപൂർവം വെട്ടുന്നു എന്നുള്ളൊരു വിമർശനം പല പഞ്ചായത്തുകളിലും ഉയർന്നിരുന്നു. അത്തരത്തിൽ ഈ കണ്ണാടി പഞ്ചായത്തിലും വലിയ വിമർശനം ഉയർന്നിരുന്നു. അർഹരായ പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, പേര് വെട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ CPM നടത്തുന്നു എന്നുള്ള വിമർശനമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. ഏതായാലും അങ്ങനെ പേര് വെട്ടാൻ ശ്രമിച്ച CPM പൊതുവായ ആളുകളെ ചേർക്കുന്നതിന് ശ്രമിക്കാത്തതിൻ്റെ കൂടെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥി തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളായി മാറിയിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം.